ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പാഞ്ഞാൽ പഞ്ചായത്തിൽ ഭിന്നശേഷി കലാമേള നടത്തിയിരുന്നു കേട്ടോ. അപ്പോൾ കലാമേള കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റേജും ഡെക്കറേഷൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് ടീച്ചർമാരെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ രാവിലെ തന്നെ ചെന്നിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ രാവിലെ 10 മണിക്കാണ് നമ്മൾ പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മമാരും കുട്ടികളും വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. കുറച്ച് പേര് പുറത്ത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇനി നിൽക്കുന്നുണ്ട്, കുറേ പേര് ഇനി വരാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കുറച്ച് ടീച്ചർമാർ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കിള്ളിമംഗലം സ്കൂളിലാണ് നമ്മൾ പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഉണർവെന്നാണ് ഞങ്ങളുടെ ഭിന്നശേഷി കലാമേളയുടെ പേര്. അപ്പോൾ ഇനി പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് പ്രാർത്ഥന. പുണ്യസ്നേഹം പകരം വയ്ക്കാനില്ലാത്ത ഈ പുണ്യസ്നേഹം കാഴ്ചയിൽ കല്ലുപോൽ തോന്നാറുണ്ടെങ്കിലും അഴകുള്ള കവിതയാണെന്നുമച്ചൻ, അഴകുള്ള കവിതയാണെന്നുമച്ചൻ, അഴകുള്ള കവിതയാണെന്നുമച്ചൻ, അഴകുള്ള കവിതയാണെന്നുമ. കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ തിരുവാനും വന്നോട്ടെ. അടുത്ത പാട്ട് ഹർഷാദേവിയുടെയാണ്. തഞ്ചാവൂര് പട്ടണിന ചന്ദനിനെ കാടി കണ്ണ് കൊളിച്ചാൽ ചെണ്ട കൊണ്ടിരുന്നു പണ്ട് പണ്ട് പറക്കാടി, പണ്ട് പോലെ പറക്കാടി. കള്ളിമോള് പോലെ കമ്മലരിഞ്ഞേലും മാരാരോ കഞ്ഞി വെച്ച് പൂടി കഞ്ഞിക്കളിയിലാണേ. കള്ളിമോള് പോലെ മുള്ളകളല്ലേലും മാരാരോ കണ്ണി വെച്ച് പൂം കഞ്ഞിക്കളിയിലാണേ. എല്ലോളം തരിപ്പൊള്ള ദിന തനി തഞ്ചാവൂരിൽ പട്ടണിന തങ്ങക്കിളിയണ പട്ടു തിലകള ചന്ദനിനെ കാടി. ഡാൻസിന് റെഡി ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഫോട്ടോക്ക് അയച്ചിട്ടുണ്ടോ കേട്ടാ? ഇതാ ചിത്രേ, ഞാൻ വീഡിയോ പിടിച്ചിട്ട് എടുക്കാം. ടീച്ചർമാർക്ക് ആർക്കെങ്കിലും പാട്ട് പാടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വരാം. ചിത്രരചനയ്ക്ക് ശേഷം നമ്മൾ എല്ലാ കുട്ടികളെയും സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അവർ വരച്ച ചിത്രങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് അവരെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു.
അങ്ങനെ ചിത്രരചന അവസാനിച്ചു. ചിത്രരചനയും കൂടി കഴിഞ്ഞപ്പോൾ ഏകദേശം ഫുഡിൻ്റെ ടൈമായി. അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തു. അതിനുശേഷം ടീച്ചർമാരും എല്ലാ സ്റ്റാഫുകളും ഫുഡ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഫാൻസി ഡ്രസ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ഒരുപാട് കലാപരിപാടികളുണ്ടായിരുന്നു. കുറേയൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ അനൗൺസ്മെൻറ്റിൻ്റെ പരിപാടി ഞാനാണ് ചെയ്തിരുന്നത്. അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോ ആണ് നമുക്ക് പകർത്താൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ പരിപാടി ഉണ്ടെങ്കിലും എൻ്റെ ഒരു ഡാൻസ് അവിടെ ഉറപ്പാണ്. അപ്പോൾ ഞാൻ അതിനൊരു കുറവും വരുത്തിയില്ല. ഞാനും വേറൊരു കുട്ടിയുടെ സിസ്റ്ററും കൂടിയിട്ട് ഡാൻസ് അവതരിപ്പിച്ചു കേട്ടോ. പരിപാടിയൊക്കെ അടിപൊളിയായിട്ടാണ്. ടീച്ചർമാർ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവരും അവരെ കൊണ്ട് പറ്റാവുന്ന ഡാൻസൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ അവസാനിച്ചു. അതിനുശേഷം നമ്മൾ ട്രോഫീസും ബാഗുകളൊക്കെ കുട്ടികൾക്ക് വിതരണം ചെയ്തു കേട്ടോ. എല്ലാ കുട്ടികളും വളരെയധികം ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ വർഷത്തെ കലാമേള നമ്മളുടെ അവസാനിക്കുകയാണ്. അടുത്ത വർഷം ഇതുപോലെ വീണ്ടും കലാമേള ഉണ്ടാകും. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ നമ്മുടെ മെമ്പർമാരൊക്കെയാണ് ട്രോഫീസും ബാഗുകളൊക്കെ വിതരണം ചെയ്തത്. അപ്പോൾ നമ്മുടെ കുട്ടികളമ്മമാരൊക്കെ വളരെയധികം ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞത് കേട്ടോ. അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് നമുക്ക് പരിപാടി നടത്താൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ.